വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു വെക്കുക. ഈ ഒരു വ്ളോഗിൽ ഞാനൊരു സിമ്പിൾ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 7:30 ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ മുമ്പ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, മറന്നുപോയി. ഞാൻ വേഗം തന്നെ ബബുലൂനെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്ത് ഉമ്മ ഇവിടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ബബുലൂന് ക്ലാസ് കൊണ്ടുപോകാനായിട്ട് കടായി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കടായിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചായക്ക് വെള്ളപ്പവും പത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പത്തിരിയാണ് കഴിച്ചത്. ബബുലുവിന് ക്ലാസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കി. അവന് പത്തിരി കഴിക്കില്ല, നല്ല മടിയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ അവനെ ചായയൊക്കെ കുടിപ്പിച്ച് മാറ്റിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ വണ്ടി വരാനൊക്കെ ആകുക. അങ്ങനെ റോഡുമലേക്ക് പോയതാണ്. ഇന്നാൾ ലേശം ഉടക്കിലാട്ടോ, എന്നോട് ചെറുതായിട്ടൊന്ന് പിണങ്ങിയതാണ്. തലേ ദിവസം അവൻ്റെ സ്കൂളിലത്തെ എന്തോ പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ നല്ല മടിയായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ്. തോന്ന ദിവസം ബബുലു ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലാസ് പോവുക. എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടാവും ഓരോ ദിവസവും. ഇന്നും അതുപോലെ തന്നെ കുറച്ച് ഉടക്കിലാണ് എന്നോട്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുക കേട്ടോ, വണ്ടി വരാനൊക്കെ ആയി. അങ്ങനെ വണ്ടി വന്ന് ബബുലു ക്ലാസ്സിലോട്ട് പോയിട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്ന്. അപ്പോഴേക്കും മോളെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഒക്കെയുള്ള കഞ്ഞി റെഡിയാക്കാനൊക്കെ നോക്കുകയാണ്. ഞാൻ ക്യാരറ്റും പൊട്ടറ്റോ ഇട്ടുകാണ് കേട്ടോ ഒന്ന് കഞ്ഞി കൊടുക്കുന്നത്. ആൾക്ക് അത്ര മധുരത്തോടൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. കഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ അവളെ എഴുന്നേറ്റുകൊണ്ട് തന്നെ വേഗം തന്നെ ഇത് കുക്കറിലേക്ക് ഇടാമെന്ന് വിചാരിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടി കാണിക്കാം കേട്ടോ. കൊറിയൻ മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ ഭയങ്കര ക്രീമി ആയിട്ട് തന്നെ ഈ ഒരു മിക്സ് കിട്ടും കേട്ടോ. അതിനായിട്ടാണ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു, അതിലൊക്കെ അവർ പാൽ വെച്ചിട്ട് മാത്രമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തത്. ഞാൻ ഈ ഒരു പാത്രം ചൂടായപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് നെയ്യിലും നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എനിക്ക് ഒരു റെസിപ്പി നെയ്യിനെക്കാട്ടിലും ബട്ടറിലാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പം ഞാനിത് 2-3 തവണ ഉണ്ടാക്കി നോക്കിയതാണ്. ബബുലൂനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അവനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ബ്രെഡ് ഓരോ സൈഡും ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 4 ഭാഗവും അങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് ഞാൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. അപ്പം ഇത് ബ്രെഡ് ഒരുപാട് കളറ് മാറി വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു മിക്സ് കുറച്ചായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഭയങ്കര ക്രീമി ആയിട്ട് തന്നെ ഒരു തിക്ക് കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് വേവിച്ച് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാ ഇത് റെഡിയാക്കി എടുത്താൽ ഇതിലേക്ക് ഞാൻ ഒന്നെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡ്, അതുകൊണ്ട് തന്നെ ഞാൻ മിൽക്ക് മെയ്ഡാണ് എടുത്തത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കൊറിയൻ മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഞാൻ കാണിച്ചു തരാം, ഭയങ്കര ക്രീമി ആയിട്ട് തന്നെ കേട്ടോ എനിക്കിത് കിട്ടിയത്. ഭയങ്കര സോഫ്റ്റാണ്, ഉള്ളിൽ ചെറുതായിട്ട് ക്രീമൊക്കെ പോലെ നമുക്ക് തോന്നും, പക്ഷേ വീഡിയോയിൽ ഇത് കാണില്ല എന്ന് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ ഇത് നല്ലോണം കൊണ്ട് ക്ലിയറായി കാണാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര എടുക്കുമ്പം അളവിന് തന്നെ എടുക്കാനായിട്ട് നോക്കുക. പഞ്ചസാരയുടെ മധുരം കൂടിപ്പോയാൽ ഭയങ്കര മധുരമായാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു പാകത്തിന് മധുരം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഞാനപ്പം തന്നെ ഇത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഡെസേർട്ടാണിത്. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയതാണ്. പോകുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ഷോർട്സ് ആക്കി എടുത്തിരുന്നു. അത് ഞാൻ മുമ്പേ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ എൻ്റെ താത്തൻ്റെ വീട്ടിലോട്ട് പോയതായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് പോയതായിരുന്നു. അന്ന് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയതാണ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ. അങ്ങനെ അതിനായിട്ടൊക്കെ പോയതായിരുന്നു. പിന്നെ ആ ബബ്ലു ക്ലാസ് കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് എനിക്ക് തിരിച്ച് വീട്ടിലെത്തുകയും വേണം. അങ്ങനെ ടൈം നോക്കിങ്ങാണ് കേട്ടോ ഞാൻ പോയത്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഓളാണ് എൻ്റെ മെയിനായിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2:45 3 മണിയൊക്കെ ആകുമ്പോഴേക്കന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ബബ്ലു 3 മണി കഴിയേ വീട്ടിലെത്തും. ബബ്ലു തിരിച്ച് വരുമ്പോഴേക്കന്നെ ഞാൻ വേഗം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിയും അവനും വന്ന്. പിന്നെ ഞാൻ രാവിലെ ബബ്ലു പെണങ്ങിപ്പോയതുകൊണ്ട് തന്നെ ഞാൻ അവനെ വൈകുന്നേരം മിഠായിയൊക്കെ വാങ്ങിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ബീവിയും അവൻ നല്ല പടമായിരുന്നു പോകാനായിട്ട്. അങ്ങനെ വേഗം പിന്നെ അവനെ കുളിപ്പിച്ച് ചായ ഒക്കെ കൊടുത്താരാ ഞങ്ങൾ പന്നൂർ തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നത്. ഇവിടെ വന്നാൽ പിന്നെ ബബ്ലുവിൻ്റെ സാധനമൊക്കെ അവനങ്ങ് എടുത്തോളൂ. ഏത് ഭാഗത്തുള്ളതെന്ന് വരെ അവന് കറക്റ്റായിട്ട് അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് മോളൊന്ന് കയറി നോക്കിയതാട്ടോ. അങ്ങനെ ബബ്ലു അവിടുന്ന് ഓന് വേണ്ടിയതൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനേക്കുള്ള ഹോർലിക്സും ബൂസ്റ്റൊക്കെ വാങ്ങിയതാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് മോൾക്ക് പമ്പേഴ്സ് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ 2-3 സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. സാധനം വാങ്ങാൻ വന്നാൽ വീട്ടിൽ നിന്ന് എല്ലാം ഓർമ്മ ഉണ്ടാവും വാങ്ങാനുള്ളതൊക്കെ. ഇവിടെ എത്തുമ്പോഴേക്ക് എല്ലാം മറന്നു പോകും. 1-2 സാധനം വാങ്ങി ബാക്കി എന്താ വാങ്ങേണ്ടതെന്ന് പോലും ഉള്ള ഓർമ്മ ഉണ്ടാവില്ല. ഫുള്ള് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ ബബ്ലു വാങ്ങിയതാട്ടോ ഈ ഒരു ജെല്ലിൻ്റെ ഒരു മാംഗോൻ്റെ ഫ്ലേവറിൽ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഒരു 5:30-6 മണിയൊക്കെ ആ നേരത്ത് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്. അങ്ങനെ ഞാനും ബബ്ലും കൂടി അത് പോയി വാങ്ങി വന്ന്. പിന്നെ ഒരു ചായ ഉണ്ടാക്കി. അത്യാവശ്യം നല്ലോണം ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.